എടാ മോനെ ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആ ടൗൺ സ്റ്റോറി ഗെയിമാണ്. അപ്പോൾ അതായത് നമ്മൾ നിൽക്കുന്നത് വെച്ചാൽ വീട്ടിലാണ്. പുള്ളിക്കാരൊരു വീഡിയോയൊക്കെ വലിച്ചു ഇവിടെ നിൽപ്പുണ്ട്. നൈസ് ഡ്രസ്സൊക്കെ എടുത്തിട്ട് പവറായിട്ട് ഇവിടെ നിൽപ്പുണ്ട്. അതായത് നമ്മൾ 2 ദിവസം കൊണ്ട് കുറച്ച് റെസ്റ്റ് ആയിരുന്നു. കാരണം വെച്ചാൽ നമ്മൾ ടൗണിൽ പുതിയൊരു ലേഡി വന്നിട്ടുണ്ട്. അതായത് ഒരു മാഫിയയുടെ ബോസാണ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ വെടി ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ റാപ്റ്റർ അപ്പുറത്ത് കിടപ്പുണ്ട്. നമുക്ക് ഈ റാപ്റ്റർ എടുത്തിട്ട് വരാം ഗൈസ്. അപ്പോൾ റാപ്റ്റർ ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ ആ റാപ്റ്ററോട്ട് കയറുവാണ്. അപ്പോൾ ചാനലായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു 25 ലൈക്ക് ടാർഗറ്റ്, വെറും 25. അപ്പോൾ എല്ലാവരും അത് മാക്സിമം കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ നമ്മളെ സിറ്റിയിൽ പുതിയൊരു എന്താ പറയുക, ഒരു ഗ്യാങ് വന്നിട്ടുണ്ട്. നമ്മൾ ചൈന ഗ്യാങ് തന്നെയാണ്. പക്ഷേ ചൈന ഗ്യാങ്ങിന് പുതിയൊരു ബോസാണ്, ഒരു ഫീമെയിലാണ്, അതായത് പെണ്ണാണ്. പുള്ളിക്കാരത്തിയെ ഭയങ്കരമായിട്ട് പണി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വരുന്ന വഴി നമ്മളെ പുറകെ കുറേ വണ്ടികൾ വന്ന് ഇടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ വണ്ടികളെ തിരക്കി ഇവിടെ നിന്ന് നടക്കുവാണ്. 2-3 വണ്ടി വന്നാൽ നമ്മളെ തീർത്തിട്ടുണ്ട്. നമ്മളെ ലൈഫ് കണ്ട മനസ്സിലാവില്ല ഗൈസ്, ലൈഫ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരക്കി പിടിച്ച് നടക്കണം. നമുക്ക് എന്തായാലും ഇവിടെ അത്രയും തിരക്കിയിട്ട് കാണാം ഗൈസ്. ഒടുവിൽ തിരക്കി, ഇവിടെ അത്രയും തിരക്കി, ഇവിടെ എല്ലാം നോക്കി ഇവിടെ കിട്ടിയിട്ടില്ല. നമ്മൾ വരുന്നവർ ഈ ഒരു വണ്ടി കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാനത് മൈൻഡ് ചെയ്യില്ല. പിന്നെ അപ്പുറത്തൊരു പോലീസുകാരൻ ഇപ്പോൾ എൻ്റെ മോനെ ഇതാരെ അടിച്ച പക്ഷേ നമ്മൾ നയിച്ചൊരു ബോധം കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മളെവിടെയോ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേതോ സ്ഥലമൊന്നും ഒരു പിടിയുമില്ല പക്ഷേ. അതാണെങ്കിൽ നമ്മൾ ആ റാപ്റ്റർ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇത് ഏതോ ഒരു അണ്ടർഗ്രൗണ്ടാണ് കേട്ടോ പക്ഷേ. നമ്മൾ ആ റാപ്റ്റർ കിടപ്പുണ്ട്, പക്ഷേ റാപ്റ്റർ ഓഫാണ്. എനിക്ക് തോന്നുന്നു റാപ്റ്ററിൻ്റെ താക്കോലെടുത്ത് മാറ്റിയെന്ന് തോന്നുന്നു. നമ്മളെപ്പോഴും വണ്ടി ഓണാക്കി ഇടാറുള്ളൂ. നമ്മൾ റാപ്റ്റർ അപ്പുറത്ത് നമ്മളിപ്പുറത്തുമാണ്. ഇവിടെ ആണെങ്കിൽ രക്ഷപ്പെടാൻ വഴിയില്ല. പിന്നെ പുള്ളിക്കാരനെ നൈസായിട്ട് ചവിട്ടി തേച്ച് നല്ല രീതിക്ക് വെടികളൊക്കെ കൊണ്ടുവന്ന് തോന്നുന്നു. നമ്മളെ കാലിനിട്ട് നല്ല വെടി കിട്ടി. പിന്നെ നല്ല രീതിയിൽ ചവിട്ടി തേച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ മുറിവും കള്ളൊക്കെ ഉണ്ട്. ദേഹം മുഴുവൻ രക്തമാണ്. ഒരു കാര്യമില്ല, വെറുതെയാണ് ഇത്രയും രക്തം. എന്ത് കാര്യമാണെന്നൊന്നും ഒരു പിടിയില്ല. ആരാ പിടിച്ചതെന്നോ ഒന്നും ഒരു പിടിയില്ല. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനൊന്നും പറ്റില്ല. ഒരു കേസുമില്ല. നമ്മളെ ഗണ്ണുണ്ട്, പക്ഷേ ഗണ്ണിലൊന്നും ബുള്ളറ്റില്ല, അതാണ് ഒരു വിഷയം. എന്തോ ചെയ്യും ഗൈസ്, ഒരു പിടിയുമില്ല. പിന്നെ എന്തായാലും ഈ അടുത്ത ലൈക്ക് ടാർഗറ്റ് ആരും മറക്കരുത്, എല്ലാവരും അത് കംപ്ലീറ്റ് ആക്കുക. നമ്മളെ കഴിഞ്ഞ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന് ലൈക്ക് ടാർഗറ്റ് ഒന്നും വെച്ചിട്ടില്ല. പക്ഷേ അതിൽ വെറും 2 ലൈക്കാണ്. നമുക്ക് അതൊരു വിഷമമാണ്, നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സീ യു ഗൈസ്.